ഡിജിറ്റൽ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം സംസ്ഥാനത്ത് യുവാക്കളെ ഉപയോഗിച്ച് വെളുപ്പിക്കുന്നുവെന്ന് സംഘത്തിൽപ്പെട്ട യുവാവിന്റെ വെളിപ്പെടുത്തൽ. തൃശൂർ കയ്പമംഗലത്ത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ താജുദ്ദീൻ, റമീസ്, അബ്ദുൾ മാലിക് എന്നിവരാണ് സംഘത്തിന് പിന്നിൽ. ബിസിനസ് തുടങ്ങാൻ എന്ന പേരിൽ 25-ലധികം യുവാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കോടികൾ എത്തിച്ചു. അക്കൗണ്ട് ഉടമകളായ യുവാക്കൾക്ക് 5000 രൂപ കമ്മീഷൻ ലഭിച്ചുവെന്നാണ് വെളിപ്പെടുത്തൽ. 24 ബിഗ് ബ്രേക്കിംഗ്. രാജ്യത്ത് ഡിജിറ്റൽ തട്ടിപ്പ് വ്യാപകമാകുമ്പോഴാണ് ആ ശൃംഖലയുടെ പ്രവർത്തന രീതികൾ വ്യക്തമാക്കി സംഘത്തിൽപ്പെട്ടയാൾ ആദ്യമായി രംഗത്തു വരുന്നത്. തൃശൂർ കയ്പമംഗലത്ത് മാത്രം നടന്നത് കോടികളുടെ ഡിജിറ്റൽ ഹവാല ഇടപാടെന്നാണ് വെളിപ്പെടുത്തൽ. കയ്പമംഗലത്ത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ താജുദ്ദീൻ, റമീസ്, അബ്ദുൾ മാലിക് എന്നിവർ 25-ലധികം യുവാക്കളെ ചേർത്ത് സെമി ബാങ്ക് എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചാണ് ഡിജിറ്റൽ തട്ടിപ്പ് പണം വെളുപ്പിച്ചെടുത്തത്. അവർ പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണെന്ന് പറഞ്ഞത്, അതായത് ബിസിനസ് പാർട്ട്നേഴ്സ് അയക്കാനാണ് ഏതാണെന്ന് പറഞ്ഞത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് പല സ്റ്റേറ്റിൽ നിന്നും നടത്തിയുള്ള എന്താണ് ഗെയിമിംഗ് ഫണ്ട്, പിന്നെ ഈ ട്രേഡിങ്ങിന് വേണ്ടി ആൾക്കാരെ പറ്റിച്ച പൈസയൊക്കെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഡൽഹി പോലീസിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അതായിരുന്നു പറഞ്ഞത്. അവർ നിങ്ങളോട് എത്ര അക്കൗണ്ടാണ് അയാൾ ആവശ്യപ്പെട്ടത്? ഇവരാവശ്യപ്പെട്ടത് ഒരു ദിവസം 10ഓ 20ഓ. ബിസിനസ് തുടങ്ങാനാണെന്നും നികുതി ഒഴിവാക്കുക ലക്ഷ്യമിട്ടാണെന്നും പറഞ്ഞാണ് 8 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ ഉത്തരേന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമടക്കം ഓരോ അക്കൗണ്ടുകളിലേക്കും എത്തിച്ചത്. ചെക്ക് ഉപയോഗിച്ച് പണം ബാങ്കിൽ നിന്നും പിൻവലിച്ച് നൽകുമ്പോൾ 5000 രൂപ കമ്മീഷൻ അക്കൗണ്ട് ഉടമയ്ക്ക് കിട്ടും. അതായത് ഒരാൾ പറഞ്ഞു പൈസ അക്കൗണ്ടിലേക്ക് കുറച്ച് വരും, അപ്പോൾ 5000 രൂപ കിട്ടും. അതെന്തോ ടാക്സിൻ്റെ ഇതാണെന്ന് പറഞ്ഞത്. വലിയ എമൗണ്ട് വരുന്നത്, അപ്പോൾ ചെറിയ എമൗണ്ട് ആകുമ്പോൾ ടാക്സിന് ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടുകൾ കൊടുക്കുന്നത്. ആരാണ് പറഞ്ഞത്? അതൊരു നമ്മുടെ സുഹൃത്തിൻ്റെ ഇക്ക ആ ലെവലിൽ വന്നത്. അത് 3 ഇടയിലുള്ള ഒരാൾക്കാന്ന് പറഞ്ഞത്. ഒക്ടോബർ മാസത്തിലാണ് ഇടപാടിൽ ഏറെയും നടന്നതെന്ന് സംഘാംഗം വ്യക്തമാക്കി. 10 കോടിയിലധികം രൂപയെങ്കിലും വന്നിട്ടുണ്ടാകുമെന്നും ചതി മനസ്സിലായത് അക്കൗണ്ടുകൾ ഫ്രീസായപ്പോഴാണെന്നും കുടുങ്ങിയവർ പറയുന്നു. ഡിജിറ്റൽ തട്ടിപ്പ് പണം അക്കൗണ്ടുകളിൽ എത്തിയതുമായി ബന്ധപ്പെട്ട് ഡൽഹി, മുംബൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നും യുവാക്കൾക്ക് പോലീസിന്റെ നോട്ടീസ് എത്തിയിട്ടുണ്ട്. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇതുപോലെ നിരവധി സംഘങ്ങളും കോടാനുകോടി രൂപയുടെ ഇടപാടും കേരളത്തിലെമ്പാടും നടന്നിട്ടുണ്ടാകാം. ഈ സമാന്തര സമ്പദ് വ്യവസ്ഥയെ പാടെ തകർക്കുക തന്നെ വേണം. എസ് ശ്രീകാന്ത്, 24 കൊച്ചി.